മഹാഋഷിവര്യനെയും അങ്ങയുടെ പ്രിയ പത്നിയെയും ദശരഥകുമാരനായ രാമനും എൻ്റെ പത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടും ചേർന്ന് പ്രണമിക്കുകയാണ്. ആയുരാരോഗ്യത്തോടെ വാഴട്ടെ. ലോകനന്മയ്ക്കായി പിറന്ന സ്വരൂപനെ, ശീർഷകത്താൽ പ്രസിദ്ധനായ ദശരഥന്റെ പ്രിയപുത്ര, നിന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ പത്നിയും ഈ യാഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയോ ഋഷിവര്യ? അതെ ശ്രീരാമചന്ദ്രമൂർത്തി, എൻ്റെ പേര് ശരഭംഗ മഹർഷി. ഈ വനത്തിൽ ഞാനും എൻ്റെ പത്നിയും 1000 തരത്തിലുള്ള തപസ്സുകൾ ചെയ്ത് ബഹുഫലങ്ങൾ നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ അന്ത്യം അടുത്തതായി അറിഞ്ഞ് വരംപിത ബ്രഹ്മദേവൻ ഞങ്ങളെ ദേവന്മാർ വാഴുന്ന ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദേവേന്ദ്രനെ പറഞ്ഞയച്ചു. ബ്രഹ്മാവസ്ഥ സ്വീകരിക്കുന്നത് വലിയൊരു ഭാഗ്യമല്ലേ ഋഷിവര്യ? അങ്ങ് അവിടേക്ക് ചെന്നില്ലയോ? ഇല്ല രാമചന്ദ്രമൂർത്തെ, ചെയ്ത തപസ്സുകളിൽ ഫലം ലഭിക്കുന്നതുവരെ മാത്രമേ സ്വർഗലോകവും ബ്രഹ്മലോകവും നിലനിൽക്കുകയുള്ളൂ. പിന്നീട് ഈ ഭൂമിയിൽ തന്നെ വന്ന് പിറക്കേണ്ടതായി വരില്ലയോ? അങ്ങനെയാണ് മഹാത്മാക്കൾ പറയുന്നത്. മഹാത്മാക്കളെല്ലാം മനസ്സാൽ പ്രണമിക്കുന്ന മഹാത്മാവേ, നീ എടുത്തിരിക്കുന്ന ഈ മനുഷ്യാവതാരത്തിന് ഉതകുംവിധം സംസാരിക്കുകയാണ്. നീ അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? നിന്റെ കൃപയാൽ ഈ പ്രപഞ്ചത്തിൽ, നിന്റെ ദയാവായ്പിൽ ഞങ്ങൾ ഇരുവരും ഇനിയും പിറക്കാൻ വേണ്ടിയിട്ടാണ്, ആ പരമാനന്ദാവസ്ഥയിൽ എത്തുവാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മന്റെ ക്ഷണം പോലും നിരസിച്ചത്. നിന്റെ ആഗ്രഹത്തോടെ ഈ യാഗത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ മുക്തിയുടെ അവസ്ഥ പ്രാപ്തമാക്കാൻ നിന്റെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ നിന്റെ പത്നിയോടൊപ്പം വന്നു ചേർന്നിരിക്കുന്നു. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന പരമ്പൊരുളെ, ഞങ്ങളുടെ ആഗ്രഹം മറക്കാതെ നിറവേറ്റിത്തരണേ പരമ്പൊരുളെ. ശരഭംഗ മഹർഷി, അങ്ങയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇവിടെ വന്നു. നിങ്ങൾ എൻ്റെ ആഗ്രഹവും സഫലമാക്കി തന്നാലും അങ്ങ് പറയുന്നത് പ്രകാരം ഞാൻ അത്ര വലിയവനൊന്നുമല്ല. എന്നാലും അങ്ങയുടെ ആഗ്രഹം നിറവേറാൻ ഞാൻ പ്രാർത്ഥിക്കാം. മഹാഋഷിവര്യ, അങ്ങയുടെ പരമപദയാത്ര തുടർന്നാലും. അങ്ങനെ ആവട്ടെ സ്വാമി. Ram
ദണ്ഡകാരണ്യത്തിലെ മഹാതാപസന്മാരെ, ദശരഥപുത്രൻ രാമനും എന്റെ പത്നി ജാനകിയും അനുജൻ ലക്ഷ്മണനും നിങ്ങളുടെ തിരുവടികളെ പ്രണമിക്കുകയാണ്. അനുഗ്രഹീതരായ സൽപുത്രന്മാരെ, നിങ്ങൾക്കേവർക്കും ദീർഘായുസ്സുണ്ടാകട്ടെ. രാമ, നിന്റെ വരവിലൂടെ ഈ ദണ്ഡകാരണ്യം പവിത്രമായിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വരവിനു വേണ്ടിയാണ് ഇത്രയും കാലം ഇവിടെ കാത്തിരുന്നത്. ഞങ്ങളുടെ ആഗ്രഹം ഇന്നാണ് നിറവേറിയത്. മുനിവര്യ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് താപസജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ആയതിനാൽ നിങ്ങളെ ഏവരെയും സേവിക്കുന്നത് വലിയൊരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്, മറക്കാതെ ചെയ്യുന്നതാണ്. രാമ, അരികിലുള്ള ജനസ്ഥാനത്ത് വസിക്കുന്ന അസുരന്മാർ ഇവിടെ വന്ന് തപസ്വികളായി ഞങ്ങൾക്കുണ്ടാക്കുന്ന പീഡകൾ സഹിക്കാൻ കഴിയുന്നില്ല. ആ രാക്ഷസന്മാരിൽ നിന്നും നീയാണ് ഞങ്ങളെ കാത്തുരക്ഷിക്കേണ്ടത്. മുനിവര്യരെ, ഞാൻ താപസജീവിതത്തോടൊപ്പം ആ അസുരന്മാരെയും നശിപ്പിച്ച് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ വനത്തിൽ തന്നെ തങ്ങിക്കോളാം. ആഹാ, ഇത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ് രാമ. വളരെ സന്തോഷം, വളരെ സന്തോഷം രാമ. கங்குலனும் இருளகத்தை கதிர் விரித்து காசினியை பொன்னாக்கி ஒளி விதைத்து மங்களங்கள் விளைவிக்கும் ஆதவன் போல் மண்ணுலகை வாழ்விக்கும் மாதவா. ஆரியமும் தென்மொழிகள் அவைகளோடு அகிலத்து மொழிகளெல்லாம் கூடியுந்தன் பேரழகை புகழ்ந்தாலும் தோற்று போகும் பெருமானே, நான் காண நேரில் வா. இளங்கதிரில் உந்தன் அருளை கண்டேன், கானகத்து பசுமையில் நின் நிறத்தை கண்டேன், வீழுகின்ற அருவியில் நில் கருணை கண்டேன். பில்லாளி வீரனே, நீ விரைந்து வா.
ശിവമുനിവര്യനായ താപസശ്രേഷ്ഠൻ അഗസ്ത്യമുനിവര്യ, ദശരഥന്റെ പുത്രനായ രാമൻ എന്റെ പത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടും ചേർന്ന് പ്രണമിക്കുന്നു. വന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ, തേരുരുട്ടി നിലമുഴുതു ഭരിച്ച ചെങ്കോൽ മന്നന്റെ പ്രിയപുത്രന്മാർ, സകലതും അറിയുന്ന പരമ്പൊരുളായ ഭഗവാൻ എന്താണ് ഈ രൂപത്തിൽ ഈ വനത്തിൽ? മുനിവര്യ, എന്റെ പിതാവായ ദശരഥ ചക്രവർത്തി എന്റെ അനുജൻ ഭരതൻ നാടുവാഴണമെന്നും ഞാൻ 14 വർഷം വനവാസം അനുഷ്ഠിക്കണമെന്നും കൽപ്പിച്ചു. ആ പിതൃവാക്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വനത്തിലേക്ക് വന്നിരിക്കുന്നത്. വിധിയുടെ ചക്രം തിരിക്കുന്ന നായകൻ തന്നെ വിധിയുടെ വിളയാട്ടമനുസരിച്ച് വനത്തിലേക്ക് വന്നിരിക്കുകയാണോ? വിധിയുടെ വിളയാട്ടം അല്പമാത്രയല്ല. സ്വഭാവത്തിനും വിനയത്തിനും ശിഖരങ്ങളായി വളരുന്ന നിങ്ങൾ എന്നും അണയാത്ത ദീപം പോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കട്ടെ. രാമ, നീ ഈ ദണ്ഡകാരണ്യത്തെ മുഴുവനായും അറിഞ്ഞുവോ? ഇല്ല സ്വാമി. ദണ്ഡകാരണ്യത്തിലെ മുനിവര്യന്മാരെയെല്ലാം ദർശിച്ച് അനുഗ്രഹം വാങ്ങി വന്ന ഞങ്ങൾക്ക് അങ്ങ് ഇവിടെയുള്ള വിവരം ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങയുടെ അനുഗ്രഹം വാങ്ങുവാനായി ഓടി വന്നതാണ് ഞങ്ങൾ. മാർഗമധ്യേ വിരാടൻ എന്ന അസുരനെ വധിച്ച് അവന് മോക്ഷം കിട്ടാൻ ഞങ്ങളൊരു കാരണമായി. അതിനുശേഷം സുതീഷ്ണ മുനിവര്യൻ എന്നെ കണ്ടുമുട്ടി തന്റെ തപശക്തിയെല്ലാം എനിക്ക് ദാനമായി തന്നു. സുധീഷ്ണർ സൂക്ഷ്മമറിഞ്ഞവനാണ്. അതിനാലാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്തിരിക്കുന്നത്. സ്വാമി, അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത്? രാമ, തപസ്സിന്റെ ഫലമായ നിന്നെ തന്നെ ദർശിച്ചതിനു ശേഷം അദ്ദേഹത്തിന് എന്തിനാണ് തപശക്തി? അതുകൊണ്ടാണ് ആ ശക്തികളെല്ലാം നിനക്ക് ദാനമായി തന്നത്. ഇനി മുക്തിയുടെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ അടയാതെ തുറന്നു തന്നെ ഇരിക്കുമല്ലോ. രാഘവ, സർവസ്വമായ നിന്റെ മഹത്വത്തിൽ ഞാനും സുതീഷ്ണനെപ്പോലെ അലിഞ്ഞു ചേരുന്നതാണ്. എന്നാൽ ഈ ഭൂമിയിലെ താപസ ജീവിതത്തോടുള്ള അടുപ്പം എന്റെ നെഞ്ചിലുള്ളതിനാൽ എനിക്കിനിയും പല കാലങ്ങൾ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പക്കൽ മഹത്വമുള്ള ഒരു വസ്തു മാത്രം ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി കാത്തിരുന്നത്. മഹത്വമുള്ള വസ്തുവോ? അത് എന്താണ് സ്വാമി? രാമ, ഈ വില്ല് വളരെയധികം ദൈവീകതയുള്ളതാണ്. ത്രിലോകങ്ങളിലും കേൾവികേട്ട മികവാർന്ന വില്ല് ശ്രീമാൻ നാരായണന്റെ കരങ്ങളിലിരുന്നതാണ്. ഇത് പരശുരാമന്റെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങിയ നീ വരുണന്റെ പക്കൽ കൊടുത്തയച്ചു. വരുണൻ നീ വനത്തിലേക്ക് വരുന്ന സമയത്ത് ഉപകാരപ്പെടുമെന്ന് കരുതി ഇത് എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുന്ന നിനക്ക് അസുരന്മാരെ നശിപ്പിക്കാൻ ഇത് ഉപകാരപ്പെടുമെന്നതിനാൽ ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. സ്വീകരിച്ചാലും. അങ്ങയുടെ ഹിതം പോലെ സ്വാമി. രാമ, നീ വനത്തിലേക്ക് വന്നത് തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ഇവിടെ തപസ്വികളെ കാക്കാൻ രാക്ഷസന്മാരായ അസുരന്മാരെ നശിപ്പിക്കേണ്ടതുണ്ട്. അതിന് മന്ത്രശക്തിയുടെ തുണയും വേണം. ആയതിനാൽ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് മനുഷ്യനെ അമരനാക്കാനുള്ള ശക്തി ലഭിക്കുന്ന ആദിത്യഹൃദയം എന്ന മഹാമന്ത്രത്തെ നിനക്ക് ഞാൻ ഉപദേശിച്ചു നൽകാം. ജയതി ജയതി സൂര്യ സബ്ധലോഹൈകദിഭ കിരണമൃതിതധാവ സർവദുഃഖസ്യ ഹർഘ അരുണകിരണകം യസ്രാദിരാദിത്യമൂർത്തി പരമപരമധുവ്യ ഭാസ്കരദം നമാമി. രാമ, മന്ത്രങ്ങളെല്ലാം തന്നെ എപ്പോഴും ഗുരുമുഖത്തുനിന്ന് രഹസ്യമായി ഉപദേശിക്കപ്പെടണം എന്നുള്ളതിനാലാണ് നിന്റെ കാതിൽ ധ്യാനശ്ലോകം മാത്രം ഉപദേശിച്ചത്. നല്ലത് സ്വാമി. രാമ,
എന്റെ കടമ അവസാനിച്ചു. ഇനി സമാധാനത്തോടെ ഞാൻ എന്റെ പരിപാവനമായ ആശ്രമം കുടികൊള്ളുന്ന തെക്കുദേശത്തെ മലയിലേക്ക് പോകും. മുനിവരിയ, താങ്കൾ വസിക്കുന്ന തെക്ക് ദേശത്ത് അസുരന്മാരുടെ ശല്യമില്ലയോ? രാമ, ഒരു സമയത്ത് ഞാനും പിന്നെ ലങ്കാധിപതിയായ രാവണനും തമ്മിൽ സംഗീതത്തെക്കുറിച്ച് തർക്കമുണ്ടായി. ഞങ്ങൾക്കിടയിൽ സംഗീതത്തെക്കുറിച്ച് ജ്ഞാനമുള്ളത് ആർക്കാണ് എന്നത് തീരുമാനിക്കാനായി ഞങ്ങൾ ഇരുവരും മത്സരിച്ചു പാടി. ആ മത്സരത്തിൽ പരാജയപ്പെട്ട് രാവണൻ എന്റെ അടിമയായി. തന്നെ മോചിപ്പിക്കുവാനായി രാവണൻ എന്നോട് അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ രാവണനോ അല്ലെങ്കിൽ അവന്റെ അസുരക്കൂട്ടങ്ങളോ തെക്കുമലയുടെ ഒരു പകുതിയിലും വന്നു പോകരുത് എന്നൊരു നിബന്ധനയുണ്ടാക്കി. അസുരന്മാരാണ് എന്നുണ്ടെങ്കിലും വാക്കിന് വില കൽപ്പിക്കുന്ന അവർ എന്റെ നിബന്ധനകൾ മാനിച്ച് അവിടെ പ്രവേശിച്ചിട്ടില്ല. അസുരന്മാരുടെ ശല്യമില്ലാതെ തെക്കേ മല മാത്രം സമാധാനത്തോടെ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെക്ക് ദേശത്തിന്റെ പരിധി കടന്ന ഈ ദണ്ഡകാരണ്യമാണ് അസുരന്മാരുടെ ശല്യത്താൽ വിഷമിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അവരെ അടക്കി ആത്മജ്ഞാനികളെ നീ സഹായിക്കാൻ ശ്രമിച്ചാൽ ആ രാക്ഷസന്മാർ വാഴുന്ന ഈ വനത്തിന്റെ നേർപകുതിയായ പഞ്ചവടി എന്ന ഇടത്തിൽ ചെന്ന് വസിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകട്ടെ സ്വാമി. അങ്ങയുടെ ഹിതം പോലെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടാം. പോയി വന്നാലും വിജയിച്ചു വന്നാലും. വരുണ ഭഗവാനെ, ഈ വില്ല് അങ്ങയുടെ പക്കൽ തന്നെ ഇരിക്കട്ടെ. സമയമാകുമ്പോൾ അങ്ങയിൽ നിന്നും പ്രാപ്തമാക്കിക്കൊള്ളാം. സീതേ, ലക്ഷ്മണ, വരൂ, യാത്ര തുടരാം.